നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികാരികൾ അവരൊക്കെ ജനസേവനം നടത്തുമ്പോൾ അത് സേവനം മാത്രമായി കണക്കാക്കാൻ കഴിയില്ല, തങ്ങളുടെ തൊഴിൽ കൂടിയാണെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ്, ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ നൽകുന്നത്. കാരണം മേയർ ഉൾപ്പെടെയുള്ള തദ്ദേശ ജനപ്രതിനിധികളുടെയും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനെ ഒരു നീക്കം നടത്തിയതായിട്ടുള്ള വാർത്ത വന്നു. അതിന് പിന്നാലെയാണ് തദ്ദേശ ജനപ്രതിനിധികളും മേയറും ഇത്തരത്തിൽ ശമ്പളം 50% ഇരട്ടിയോളമായി വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. മേയറുടെയും തദ്ദേശ ഭരണ ജനപ്രതിനിധികളുടെയും ശമ്പളം വർദ്ധിപ്പിക്കുന്ന വിവരം ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നു. മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചതിന് ശേഷമായിരിക്കും ഇവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടത്തുക എന്നുള്ള വിവരവുമുണ്ട്. മുഖ്യമന്ത്രിയുടെയും MLA-മാരുടെയും ശമ്പളം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമാകും. അതിൽ പാസ്സാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ മേയറുടെ ശമ്പളം എന്ന് പറയുന്നത് 15,800 രൂപയാണ്. ഡെപ്യൂട്ടി മേയറുടെ ശമ്പളം 13,200 രൂപയും കൗൺസിലറുടെ ശമ്പളം 8,200 രൂപയുമാണ്. മേയറുടെ അതേ ശമ്പളം തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വാങ്ങുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് 13,200 രൂപയും മെമ്പർമാർക്ക് 8,800 രൂപയുമാണ് കിട്ടുന്നത്. മുനിസിപ്പാലിറ്റിയിൽ ചെയർമാന് കിട്ടുന്നത് 14,600 രൂപയാണ്. വൈസ് ചെയർമാന് 12,000 രൂപയും കൗൺസിലർമാർക്ക് 7,600 രൂപ വീതവുമാണ് നിലവിലുള്ള ശമ്പളം. ഇത് പോരാ, ഇത് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് 14,600 രൂപയും വൈസ് പ്രസിഡന്റ് 12,000 രൂപയും മെമ്പർമാർക്ക് 7,600 രൂപയുമാണ് നൽകിപ്പോരുന്ന ശമ്പളം. ഗ്രാമപഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് 13,200 രൂപയും വൈസ് പ്രസിഡന്റ് 10,600 രൂപയും മെമ്പർമാർക്ക് 7,000 രൂപയും വീതമാണ് ശമ്പളം. ഇങ്ങനെ ഉള്ള ശമ്പളത്തിൽ 50% വർധനമുണ്ടാകാനാണ് നീക്കം നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. തദ്ദേശ ജനപ്രതിനിധികൾ അവർക്ക് ശമ്പളത്തെ കൂടാതെ പെൻഷന് കൂടി ഒരവസരം ഉണ്ടാക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. അതനുസരിച്ച് പെൻഷൻ അനുവദിക്കാനും തീരുമാനമായിട്ടുണ്ട്. പെൻഷൻ അനുവദിക്കണമെന്ന് ദീർഘകാലമായി തദ്ദേശ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനാണ് ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നത്. തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാനായി ഓർഡിനൻസ് ഇറക്കുന്നതിന് ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ചാണ് നീക്കുപോക്കുകൾ നടത്തിപ്പോരുന്നത്. നിലവിലുള്ള ശമ്പളം പ്രവർത്തനത്തിനുള്ള പരിമിതിയായി മാറുന്നുണ്ട് എന്നുള്ള പരാതി പലരും ഉയർത്തുന്നുണ്ട്. അതുകൂടാതെ കാലോചിതമായ മാറ്റങ്ങൾ, ശമ്പള പരിഷ്കരണം ജനപ്രതിനിധികൾക്കും ഉണ്ടാകേണ്ടതാണ് എന്നുള്ള ആവശ്യവും ശക്തമാകുന്നു. പഞ്ചായത്തുകൾ മുതൽ കോർപ്പറേഷൻ വരെയുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടാനും ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ ശമ്പളം ഉയർത്തുന്നതും പെൻഷൻ അനുവദിക്കുന്നതും നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ല, പെൻഷൻ നൽകാൻ കഴിയുന്നില്ല. ഒപ്പം 3 വർഷക്കാലമായി DA അനുവദിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ ശമ്പളം ഉയർത്തിയാൽ അത് അധിക സാമ്പത്തിക ബാധ്യതയാകുമെന്നുള്ള ആരോപണം ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇനി വാർഡുകളുടെ എണ്ണം കൂട്ടിയാലും അധിക സാമ്പത്തിക ബാധ്യത തന്നെ ആയിരിക്കും ആകുന്നത്. അതിലൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.